ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. മത്സര പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രെയിൻ. അപ്പോൾ ട്രെയിൻ എന്ന ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ട്രെയിന് എന്ന ടോപ്പിക്ക് വളരെ ഈസി ആവുന്നതിന് വേണ്ടി, എളുപ്പം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 18ൻ്റെ ടേബിൾ അല്ലെങ്കിൽ 18ൻ്റെ ഗുണനപ്പട്ടിക ബൈഹേർട്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ആദ്യം നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 × 18 = 18. 1 × 18 = 18. 2 × 18 = 36. 2 18 36. 3 × 18 = 54. 3 × 18 54. 4 × 18 72. 5 × 18 90. 6 × 18 108. ഇതൊന്ന് ബൈഹേർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇത് ബൈഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കാം. 6 18 108. 5 18 90. മനസ്സിൽ പറഞ്ഞു നോക്കണേ. 4 18 72. 3 18 54. 2 18 36. ഒരിക്കൽ കൂടി പറയൂ. 6 18 108. 5 18 90. 4 18 72. 3 18 54. 2 18 36. 1 × 18 18. ഓക്കെ. ഇനി മറ്റൊന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു പിക്ചർ. നമുക്കറിയാം ട്രെയിനിൻ്റെ പുറകിൽ ഇതുപോലുള്ള ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലുള്ള ബോഗിയുടെ ഏറ്റവും ബാക്കിലായിട്ട് ഇതുപോലൊരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ട്രെയിന് എന്ന ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് എന്താണ്, അതുപോലെ തന്നെ സ്പീഡ് എന്താണ്, ടൈം എന്താണ് എന്നറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് കണക്റ്റ് ചെയ്യാനുള്ള ഒരു സമവാക്യം രേഖപ്പെടുത്തി വെക്കാൻ നമുക്ക് ഈ ചിത്രം നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പുറകിൽ ഈ കാണുന്ന ചിത്രത്തിൽ ഏറ്റവും ദൂരെയായിട്ട്, അതായത് ഏറ്റവും മുകളിൽ നമ്മൾ ദൂരം എന്ന് എഴുതി വെക്കണം. ഏറ്റവും ദൂരെയായിട്ട് നമ്മൾ ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ പിക്ചറിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് രേഖപ്പെടുത്തണം. താഴെ നമുക്കൊന്നും അടയാളപ്പെടുത്തേണ്ടതില്ല. ഈ താഴെയുള്ള സ്പേസ് നമുക്കൊന്നും അടയാളപ്പെടുത്തേണ്ടതാണ്. പിന്നീട് 2 സ്പേസ് ബാക്കിയുണ്ട്. ഇവിടെ സ്പേസും ഇവിടെ സ്പേസും ഉണ്ട്. അതവിടെ നമുക്ക് ഇഷ്ടമുള്ളത് അടയാളപ്പെടുത്താം. ഒരു സ്ഥലത്ത് സ്പീഡ് എന്നും ഒരു സ്ഥലത്ത് ടൈം എന്നും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഒന്നുകിൽ ഇവിടെ നമുക്ക് ടൈം, ഇവിടെ സ്പീഡ് എന്ന് അടയാളപ്പെടുത്താം. അതല്ലെങ്കിൽ ഇവിടെ സ്പീഡ് എന്നും ഇവിടെ ടൈം എന്നും രേഖപ്പെടുത്താം. ഇത് നമുക്ക് കണക്റ്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷനാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് ഡിസ്റ്റൻസ്, ദൂരം കാണാനുള്ള ഇക്വേഷൻ, സമവാക്യമാണ്. ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള സമവാക്യമാണ് സ്പീഡ് ഇൻറ്റു ടൈം എന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് സ്പീഡ് ഇൻറ്റു ടൈം. മറ്റൊന്ന് സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ബൈ ടൈം. മറ്റൊന്ന് ടൈം കാണാനുള്ള ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ 18ൻ്റെ ടേബിൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന് ഈ ആ പിക്ചർ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മുകളിൽ അടയാളപ്പെടുത്തേണ്ടത് ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. പിന്നെ 2 സൈഡിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും പ്രശ്നമില്ല. ഓക്കെ. ഇനി ഇതിൽ ഒന്നാമത്തെ കാര്യം ഡിസ്റ്റൻസ്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള അകലമാണ് ഡിസ്റ്റൻസ്. എന്താണ് ഡിസ്റ്റൻസ്? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള അകലമാണ് ഡിസ്റ്റൻസ്. ഇതാണ് ഡിസ്റ്റൻസ് എങ്കിലും നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാഹനത്തിൻ്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. അതായത് ചോദ്യം പറയുന്നു 5 മീറ്റർ നീളമുള്ള ഒരു ബസ് എന്ന് പറയുന്നു. 5 മീറ്റർ നീളമുള്ള ഒരു ബസ്. അപ്പം 5 മീറ്റർ നീളം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കണം. ഓക്കെ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള അകലമാണ് ഡിസ്റ്റൻസ്. എന്നാൽ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് ഒരു വാഹനത്തിൻ്റെ നീളം, അത് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ട്രെയിനിൻ്റെ നീളം, പ്ലാറ്റ്ഫോമിൻ്റെ നീളം,
പാലത്തിൻ്റെ നീളം, തുരങ്കത്തിൻ്റെ നീളം ഇവയെല്ലാം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഒന്നിലധികം ഡിസ്റ്റൻസുകൾ തന്നാൽ അവ തമ്മിൽ കൂട്ടി എഴുതണം. ഒരിക്കൽ കൂടി പറയുന്നു, എന്തൊക്കെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്? ഒരു വാഹനത്തിൻ്റെ നീളം, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ നീളം, പ്ലാറ്റ്ഫോമിൻ്റെ നീളം, പാലത്തിൻ്റെ നീളം, തുരങ്കത്തിൻ്റെ നീളം ഇവയെല്ലാം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരങ്ങളായിട്ടാണ് നാം എടുക്കേണ്ടത്. ഒന്നിലധികം ദൂരങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം ഡിസ്റ്റൻസുകൾ തന്നാൽ അവ തമ്മിൽ കൂട്ടി എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് സ്പീഡ്. എന്താണ് സ്പീഡ്? യൂണിറ്റ് സമയം കൊണ്ട് ഒരു വാഹനം സഞ്ചരിക്കുന്ന ദൂരമാണ് സ്പീഡ്. എന്നാൽ ട്രെയിനിൻ്റെ സ്പീഡ് നമുക്കറിയാം. സ്പീഡ് 2 യൂണിറ്റിലും നമ്മൾ മെയിനായിട്ട് പറയാറുണ്ട്. ഒന്ന് km/hലും പറയാറുണ്ട്, മറ്റൊന്ന് m/s നമ്മൾ സ്പീഡിൻ്റെ യൂണിറ്റ് പറയാറുണ്ട്. എന്നാൽ ട്രെയിനിൻ്റെ സ്പീഡ് സാധാരണഗതിയിൽ km/hലാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ km/h എന്ന യൂണിറ്റിനെ m/s എന്ന യൂണിറ്റിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്ങനെയാ? km/h എന്ന യൂണിറ്റിനെ m/s എന്ന യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അതുപോലെ തന്നെ m/s എന്ന യൂണിറ്റിനെ km/hലേക്കാണ് മാറ്റുന്നതെങ്കിൽ 18/5 കൊണ്ടും ഗുണിക്കേണ്ടതുണ്ട്. ഇത് പലർക്കും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു കാര്യം പറയുന്നു. ഇവിടെ km/hനെ m/s മാറ്റണം. അപ്പോൾ m/s എന്നത് ചെറിയ യൂണിറ്റാണ്. ചെറിയ യൂണിറ്റിലേക്ക് മാറ്റാൻ 5 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇനി മറ്റൊന്ന് നമുക്ക് നോക്കാനുള്ളത് സ്പീഡിനെ കുറിച്ചാണ്. സ്പീഡ്. ഓക്കെ, നമുക്കറിയാം സ്പീഡ് കാണാൻ പ്രധാനമായിട്ടും 2 യൂണിറ്റുകളാണ് ഉള്ളത്. ഒന്ന് km/h, മറ്റൊന്ന് m/s. സാധാരണ ട്രെയിനിൻ്റെ സ്പീഡ് നമ്മൾ km/hലാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത്. കാരണം കിലോമീറ്ററുകൾ ഓടുന്ന ഒരു വാഹനമാണ് ട്രെയിന്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ട്രെയിനിൻ്റെ സ്പീഡ് നമ്മൾ km/h എന്ന യൂണിറ്റിലാണ് പറയുന്നത്. അപ്പോൾ km/h എന്ന യൂണിറ്റിനെ നമുക്ക് m/s എന്ന യൂണിറ്റിലേക്ക് മാറ്റാൻ, കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ km/h എന്ന യൂണിറ്റിനെ m/s എന്ന യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്തു പറഞ്ഞു? km/h എന്ന യൂണിറ്റിനെ m/s എന്ന യൂണിറ്റിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അതുപോലെ തന്നെ m/s എന്ന യൂണിറ്റിനെ km/h എന്ന യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 18/5 കൊണ്ടും ഗുണിക്കേണ്ടതുണ്ട്. ഇത് മാറിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. അതായത് km/hനെ m/s മാറ്റാൻ 5/18 കൊണ്ടും m/s km/hലേക്ക് മാറ്റാൻ 18/5 കൊണ്ടുമാണ് ഗുണിക്കേണ്ടത്. ഇവിടെ നോക്കേണ്ടത് ഇതിൽ ഏത് യൂണിറ്റാണ് ചെറുത്, ഏത് യൂണിറ്റാണ് വലുത് എന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം m/s എന്നത് ചെറിയ യൂണിറ്റും km/h എന്നത് വലിയ യൂണിറ്റുമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ യൂണിറ്റിലേക്ക് മാറ്റാൻ ചെറിയ നമ്പർ കൊണ്ട് ഗുണിക്കണം, വലിയ യൂണിറ്റിലേക്ക് മാറ്റാൻ വലിയ നമ്പറായ 18/5 കൊണ്ടും ഗുണിക്കണം. ഇതിൽ ഈ 5/18 ചെറിയ സംഖ്യ, 18/5 വലിയ സംഖ്യ എന്നോർത്തിരുത്താം. നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കൽ കൂടി പറയുന്നു, m/s മാറ്റാൻ ചെറിയ സംഖ്യയായ 5 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ 5 കൊണ്ട് അല്ലെങ്കിൽ 5/18 എന്ന് പറയുന്നത്? യൂണിറ്റ് കൺവേർഷൻ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, m/s മാറ്റാൻ, m/s ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് 5 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. അതുപോലെ തന്നെ m/s km/hലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം km/h വലിയ യൂണിറ്റ് ആണ്. അപ്പോൾ വലിയ യൂണിറ്റാക്കി മാറ്റാൻ വലിയ സംഖ്യയായ 18 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം.
ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ബേസിക് ആയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കേണ്ടത്? ഒന്ന്, നമുക്ക് 18ൻ്റെ ടേബിള് അറിഞ്ഞിരിക്കണം, അത് ബൈഹാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കൂ. 6 18 108, 5 18 90, 4 18 72, 3 18 54, 2 18 36, 1 18 18. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ പിക്ചറാണ്. അതൊരു ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും മുകളിൽ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന രേഖപ്പെടുത്തണം. ബാക്കി 2 സൈഡിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡ്, ടൈം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സ്പീഡ്, കൺവേർഷൻ പറഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കണക്കിലേക്ക് കടക്കാം.